അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിന്റെ അനുഗ്രഹത്തിന്റെ പത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കെപ്പോഴും ആവശ്യമുള്ള ഒന്നാണ്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾക്കാർക്കും നിങ്ങളുടെ അമല് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. അപ്പോൾ അവിടുത്തെ സ്വഹാബത്ത് തിരുദൂതരോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ? അങ്ങേക്കും അമല് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ലേ? ഉടനെ അവിടുത്തെ മറുപടി ഇങ്ങനെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കും അള്ളാഹുവിനോട് രക്ഷപ്പെടാനുള്ള മാർഗം അമലുകൊണ്ട് മാത്രമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം എന്നെ വന്ന് മൂടിയിരിക്കുകയാണ്. ആ കാരുണ്യം എന്നെ വന്ന് സ്പർശിച്ചിട്ടില്ല എങ്കിൽ, അതെന്നെ ആവരണം ചെയ്തിട്ടില്ല എങ്കിൽ എനിക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ കാരുണ്യത്തിൻ്റെ 10 എന്ന ആദ്യത്തെ 10 വിശേഷിപ്പിക്കുമ്പോൾ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് അകമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മളുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അമലുകൾ ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ അമലുകളുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിൽ നിന്ന് അവൻ്റെ കാരുണ്യത്തെ നേടിയെടുക്കലാണ്. മനോഹരമായൊരു ഹദീസിലൂടെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു കാരുണ്യത്തെ 100 അംശയിച്ചു. ആ 100 ഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയക്കുന്നുണ്ട്. ഭൂമിയിലേക്ക് ഇറക്കിയത് 1, ബാക്കി 99 തൻ്റെ അടുത്ത് അള്ളാഹു പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ 1 നിന്നാണ് സൃഷ്ടികൾ അന്യോന്യം കരുണ ചെയ്യുന്നത്. എത്രത്തോളം ഒരു തള്ളക്കുതിര തൻ്റെ കുളമ്പ് തട്ടി തൻ്റെ കുഞ്ഞിന് നൊന്തുപോവാതിരിക്കാൻ കാലുകൾ ഉയർത്തി വെച്ച് പാല് കുടിക്കാനും മറ്റുമൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച ഒറ്റ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അധ്യാപനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എത്രയായിരിക്കും ആ കാരുണ്യത്തിൻ്റെ അളവ്? ഈ ഭൂമി മുഴുവൻ കാരുണ്യം കൊണ്ട് മൂടിയിരിക്കുമ്പോൾ ബാക്കിയുള്ള 99ന്റെ വിശാലത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാത്തിനും മുകളിലാണ് എന്നും അത് നിരന്തരം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിശുദ്ധ റമദാനിന്റെ അതീവ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ഇതിനുവേണ്ടി കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.